ശ്രീ തിരുവഞ്ചൂർ, ഇത്രയും കാലം ദേവസ്വം ബോർഡിന് പോലും അറിയില്ലായിരുന്നു അത് ചെമ്പാണോ അത് സ്വർണ്ണമാണോ, കാരണം രേഖകളില്ല, ഇൻവെന്ററി പോലും കാണാനില്ല ഹൈക്കോടതിക്ക് മുന്നിൽ കൊടുക്കാൻ. അപ്പോൾ ഇതാ കൃത്യമായി മാതൃഭൂമി ന്യൂസ് ചിത്രങ്ങൾ സഹിതം പുറത്തുവിടുകയാണ്. 2 ചിത്രങ്ങൾ. ഒന്ന്, കണ്ഠരരടക്കം ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപം നിൽക്കുന്നു. അത് സ്വർണം കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ അത് ഘടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും. അപ്പോൾ 2019 മാർച്ച് വരെ അത് സ്വർണം തന്നെയാണ്, പിന്നെ അതെങ്ങനെ ചെമ്പായി? സ്വാഭാവികമായിട്ടും ദുരൂഹതകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ കഥകളെല്ലാം. അവിടെ രജിസ്റ്റർ ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ കയ്യിൽ റെക്കോർഡ് ഉണ്ടാവും. ആ റെക്കോർഡ് അനുസരിച്ച് എന്താണെങ്കിൽ അവരാണ് പുറത്ത് പറയേണ്ടത്. പക്ഷേ സ്വർണം കൊടുത്തിട്ടുള്ള ആളുകൾ പറയുന്നത് സ്വർണം തന്നെ പൊതിഞ്ഞിട്ടുണ്ട്. ഇവിടെ പോറ്റി ഇപ്പൊ പറയുന്നത് ചെമ്പ കൊടുത്തതെന്ന് പറയുന്നു. പിന്നീട് ചെമ്പ് എന്ന് പറയുന്ന രൂപത്തിലാണ് അവിടെ റെക്കോർഡ് രണ്ടാമത് എഴുതിയത് എന്ന് പറയുന്നു. ഇതെല്ലാം ഒരു CBI അന്വേഷണത്തിൽ കൂടി മാത്രമേ പുറത്തു വരുള്ളൂ. കാരണം ദുരൂഹതയാണ്, തികഞ്ഞ ദുരൂഹത ഇതുമായി ചുറ്റിപ്പറ്റി ഉയരുകയാണ്. അത് നീക്കേണ്ടത് മുഴുവൻ ആളുകളുടെ ആവശ്യമാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പബ്ലിക് ഫണ്ടല്ലേ, അതിങ്ങനെ പച്ചയായ മോഷണം നടത്തുന്നതിന് കൂട്ടുനിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അതുകൊണ്ട് അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ആരായാലും ശരി, അവർക്കെതിരായി അതിശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം.